ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോസും ക്യാരറ്റും ഉപയോഗിച്ചിട്ടൊരു ഫ്രിറ്ററാണ്. പൊട്ടറ്റോ ഫ്രിറ്റേഴ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പല രീതിയിലും ഫ്രിറ്റേഴ്സ് ഉണ്ടാക്കാം. ഞാനിവിടെ ബോയിൽഡ് പൊട്ടറ്റോ വെച്ചിട്ടാണ് ഫ്രിറ്റേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരുവിധം വലിയ 2 പൊട്ടറ്റോയും 2 ക്യാരറ്റും കൂടെ ബോയിൽ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് വേറെ കുറച്ച് അഡീഷണൽ സാധനങ്ങളും കൂടെ ചേർക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് നേരം വീഡിയോ ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒരു ലൈക്ക് ഇട്ടേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇനി വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരും ഫാമിലീസും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്താലും വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ ആ പൊട്ടറ്റോ ഒന്ന് ഞാൻ പറഞ്ഞു അതൊന്ന് പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ്. അതിനൊന്ന് മാഷ് ചെയ്തെടുക്കണം. വല്ലാണ്ട് അങ്ങ് കുഴച്ചെടുക്കണം എന്നില്ല, എന്നാലും ഒരുവിധം ഒന്ന് ഉടഞ്ഞു വരണം. അപ്പം നമ്മൾ ആ ഉടച്ചു വെച്ച പൊട്ടറ്റോക്കകത്തേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 3-4 തണ്ട് ഉള്ളിത്തണ്ട് അതിനകത്തേക്ക് എരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 3 പച്ചമുളക് നല്ല ചെറുതാക്കി എരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു അല്പം മസാലകൾ ഇടുന്നുണ്ട്. അത് തീർത്തും ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കാം, അല്ല എങ്കിൽ ഇത്രയും ഐറ്റംസ് കൊണ്ട് മാത്രം നമുക്ക് ഫ്രിറ്റർ ആക്കാവുന്നതാണ്. അതിനകത്തേക്ക് അല്പം കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക നാടൻ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് ഞാനൊരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഒരല്പം കസൂരി മേത്തി ഒന്ന് കയ്യിലിട്ട് പൊടിച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അതിനകത്ത് ഇട്ട എല്ലാ മസാലകളും ആ പൊട്ടാറ്റോ എല്ലാം കൂടെ വലിയ പീസ് ഉണ്ടെങ്കിൽ നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേനും അതിനകത്ത് ഒത്തിരി വലിയ പീസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊന്ന് അങ്ങോട്ട് ഉടച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴയ്ക്കുമ്പോഴത്തേനും ഒരു അല്പം വെള്ളമയം പോലെയുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ നല്ലോണം നിറച്ച് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് അതിനൊന്ന് സ്റ്റിഫാക്കി എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ പൊടിച്ചെടുക്കുമ്പോഴത്തേനും എപ്പോഴും അത്യാവശ്യം നല്ല ചൂടോട് തന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. നമുക്കതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ച് നമ്മൾ ശരിക്കും കട്ട്ലേറ്റൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുകയാണ് വേണ്ടത്. പിള്ളേർക്ക് വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ടൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. അതിങ്ങനെ ഒന്ന് പതുക്കെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് അത് കിട്ടുക. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ എണ്ണ വെച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം അതിനെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളിങ്ങനെ വട പോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. എണ്ണ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം വേവൊന്നുമില്ല. അതിനകത്ത് പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പുറത്തൊന്നും ഇങ്ങനെ മുരിഞ്ഞ് വന്നാൽ മാത്രം മതി. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ജെന്റിലി ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഫ്രിറ്റേഴ്സൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അങ്ങനെ നമുക്കത് മുഴുവനും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ സ്നാക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പൊട്ടറ്റോ ഫ്രിറ്റേഴ്സ് റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും ഷുവർലി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടനെ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.